ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. മക്കളെ, ആദ്യം തന്നെ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറയുന്നു, ഒരു ആവറേജ് ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് പേപ്പറാണ്. അതായത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നല്ല. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഐഡിയ ഉള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ പബ്ലിക് എക്സാം ആണ് നമ്മുടെ മുന്നിലുള്ള എയിം എന്ന് പറയുന്നത്. സോ ഫൈനൽ റിവിഷനുമായിട്ട് ഞങ്ങൾ വരികയാണ്. ഈ വരുന്ന ശനിയാഴ്ചയാണ്, നമ്മൾ ഞായറാഴ്ച അല്ല ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച 7:30 ഇന്ന് രാത്രി നിങ്ങൾ മാക്സിമം ഉറങ്ങി തീർക്കുക. ഇനി അങ്ങോട്ട് നമുക്ക് ഉറക്കമില്ല രാത്രികളാക്കി മാറ്റണം. സോ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയുക തന്നെ ചെയ്യും കേട്ടോ. സോ ഞാൻ ആദ്യം ഇതിന് ആൻസർ കീ ഒന്ന് പറഞ്ഞുതരാം. ഈ ആൻസർ കീ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളെ ടെൻഷൻ ആക്കാനോ ഓവർ ആക്ടിവിറ്റി ഇതാക്കാനോ അല്ല, പകരം ഇതിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ ഏറ്റവും ആദ്യം വന്ന ക്വസ്റ്റ്യൻ നമ്മൾ പക്ക ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഒന്നാമത് ചോദ്യം ഇതിൻ്റെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എത്ര എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നമുക്കറിയാം 10 ആണ്. 11 1 കുറച്ചാൽ 10 ആണ്. രണ്ടാമത്തെ ചോദ്യം എത്രയാണ്? ആ കാണുന്ന ചോദ്യ പേപ്പറിൽ ഈ ശ്രേണിയിലെ 10ാം പദം കാണുക. അപ്പോൾ 10ാം പദം കാണുക എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് 9D ആണ്. ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ. 1 + 90, ദാറ്റ് ഈസ് 91 ആൻസർ വരിക. ഓക്കെ, അപ്പം 10ാം പദം എന്ന് പറഞ്ഞാൽ F + 9D ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. പിന്നെ നിങ്ങളോട് ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ചിത്രമാണ്. 2 മാർക്കിൻ്റെ ചോദ്യം. സോ ഇത് 110 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 70 ഡിഗ്രിയാണ്. APB എന്ന് പറഞ്ഞത് 70 ആണ്. AOB എന്ന് പറഞ്ഞത് അതിൻ്റെ ഇരട്ടി 140 ഡിഗ്രിയാണ്. 4 മാർക്കായിട്ടോ. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. മക്കളെ, അടുത്തൊരു ചോദ്യം വളരെ ഈസി ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മധ്യമ മാർക്ക് അഥവാ മീഡിയൻ ആണ് ചോദിച്ചത്. അപ്പോൾ മീഡിയൻ ആണെങ്കിൽ നമുക്കറിയാം, ഇതിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതണം. ഓൾറെഡി അത് അസെൻഡിങ് ഓർഡറിലാണ് അല്ലേ. അതായത് കൂടിയാൽ നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 20 24 32 X 34 45 48 മൊത്തം 8 ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 4ാമത്തെയും 5ാമത്തെയും ആളിൻ്റെ പകുതി ആയിരിക്കും. 1 2 3 4 4 5 32 Xും ഇത് രണ്ടും കൂടിയും കൂട്ടുക. 32 + X അതിൻ്റെ പകുതിയാണ് 34 എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, മീഡിയൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 32 + X = എന്ത് കിട്ടും? 2 × 34 68 ആണ്. സോ X = 68 - 32, ദാറ്റ് ഈസ് = 36 ആണ് ആൻസർ വരിക കേട്ടോ. എക്സിൻ്റെ വില എത്രയാണ്? 36 ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊരു ഐഡിയ ഉണ്ടായാൽ മതി. അടുത്തത് നമുക്ക് കൃത്യമായിട്ട് തന്നു ചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ. ഇനിയിപ്പോൾ ഉത്തരം കിട്ടാത്ത ആൾക്ക് ഇവിടെ ഉത്തരം കിട്ടും. 6 മാർക്ക് ഫുള്ളാണ്. മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു സമചതുരം ഉണ്ടാക്കുന്നു. വലിയ സമചതുരത്തിനുള്ളിൽ കുത്തിയിട്ടാൽ അത് കറുത്തിരിക്കുന്ന ഭാഗത്ത് നിൽക്കാനുള്ള സാധ്യതയാണ്. ഒന്നും നോക്കണ്ട, നേരെ ഒരേ ഷേപ്പ് ആക്കുക. 1 2 3 4 5 6 7 8 മൊത്തം 8 ഉണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം 4 ഉള്ളൂ. സോ 4/8 ദാറ്റ് ഈസ് = 1/2 ഫുൾ മാർക്ക്. ഓക്കെ, ഇനി അടുത്തൊരു സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. 3n + 2 ആണ്. ഓക്കെ, ഓൾജിബ്രായിക് ഫോം എത്രയാണ്? 3n - 2 ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതിൻ്റെ ആദ്യ പദം അത് നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. X1 എന്ന് പറഞ്ഞാൽ 3 - 2 ദാറ്റ് ഈസ് = 1 ആണ്. അടുത്ത ചോദ്യം നോക്കുക, ആദ്യത്തെ 50 പദങ്ങളുടെ തുക. നമുക്കറിയാം ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണാൻ S50 = 50/2 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 50th ടേം. അപ്പം ഇതിൻ്റെ ആൻസർ 25 × X1 1 ആണ് പ്ലസ് 50th ടേം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ എന്നിൻ്റെ സ്ഥാനത്ത് 50 കൊടുത്ത ആൻസറായി 3 × 50 - 1. അത് 150 - 1 ദാറ്റ് ഈസ് 149 ആണ്. സോ 149. സോ 25 × 150 കിട്ടും കേട്ടോ. ഇത് എത്ര കിട്ടുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫൈനൽ ആൻസറാണ്. ഐഡിയ ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ മക്കളെ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കുക, പരിവൃത്ത ആരം 3 സെൻറ്റി. ഞാൻ ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ കാണുന്ന ആംഗിളിൻ്റെ ഡബിൾ എടുക്കുക. 110 62ൻ്റെ ഡബിൾ 135. ഒരു സർക്കിൾ വരക്കുന്നു, 110 എടുക്കുന്നു, 135 എടുക്കുന്നു, ഇങ്ങനെ വരക്കുന്നു. ഫുൾ മാർക്ക് 3 മാർക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തൊരു ചോദ്യം നോക്കിയാൽ മക്കളെ, ഒരു ചതുരത്തിൻ്റെ വലിയ വശം ചെറിയ വശത്തേക്കാൾ 12 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഒരു ചതുരത്തിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ചെറിയ വശം എന്ന് പറഞ്ഞാൽ വലിയ വശത്തേക്കാൾ 12 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ചെറിയ വശത്തേക്കാൾ 12 സെൻറ്റിമീറ്റർ കൂടുതലാണ് വലിയ വശം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് 864 ആണ്. സോ ഇതിന് ആൻസർ എത്ര കിട്ടും? ലെങ്ത് × ബ്രെഡ്ത്ത് ഈസ് = യെസ്. അപ്പോൾ നമുക്കറിയാം ഇത് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗത്തികമാണ്. വളരെ ഈസി ആയിട്ട് 2 ഭാഗത്തും 36 ആഡ് ചെയ്താൽ ഇത് 900 കിട്ടും അല്ലേ. വർഗത്തികയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എടുത്തും X + 6² ഈസ് = 900 ആണ്. സോ X + 6 ഈസ് = √900 ദാറ്റ് ഈസ് = 30 ആണ്. സോ X ഈസ് = 30 - X 6 ദാറ്റ് ഈസ് = 24 ആണ്. അപ്പോൾ X 24 ആണെങ്കിൽ ഇതെത്രയാണ്? 24 12 36 ആണ്.
സോ നീളം എന്ന് പറയുന്നത് 24 വീതി എന്ന് പറയുന്നത് നീളം എന്ന് പറയുന്നത് 36 വീതി എന്ന് പറയുന്നത് 24 വളരെ രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വലിയ പണിയൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ കൂടി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ചോദ്യം വന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് താഴത്തെ മുകളിലത്തെ വശങ്ങൾ തമ്മിലുള്ള അകലം അഥവാ ഹൈറ്റ് ആണ്. സോ 30:60:90. 90-ന് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 60-ന് ഓപ്പോസിറ്റ് എത്രയാണ്? സോ 3√3 ആണ് ഒന്നാമത്തിൻ്റെ ആൻസറായി. അടുത്ത് ഇതിൻ്റെ പരപ്പളവ് കാണാൻ BH ആണ്, പാദം ഇൻറ്റു ഉയരം. സോ 10 × 3√3. അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 30√3 cm². വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ചോദ്യം വന്നാൽ ഒരു വശത്തിൻ്റെ നീളം കാണാൻ ഇത് 10 ആണ്. ത്രികോണത്തിൻ്റെ ഉയരം കാണാൻ പറഞ്ഞാൽ ഇത് എല്ലാം ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആണ്, അഥവാ സമഭുജ ത്രികോണമാണ് തന്നിട്ടുണ്ടാവും. യെസ്, അപ്പം എല്ലാ സൈഡും 10 ആയതുകൊണ്ട് ഇതിൻ്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ് കേട്ടോ. ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 5 വരും, 60-ന് 5√3. ഓക്കെ, ഹൈറ്റ് എത്രയാണ്? 5√3 ആണ്. അടുത്ത മൂന്നാമത്തെ മൂലയുടെ സൂചകസംഖ്യ വളരെ ഈസിയാണ്. സോ 5,5√3. വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ആധാരബിന്ദു കേന്ദ്രമായ വൃത്തം 4,3 എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. വൃത്തത്തിൻ്റെ ആരം എത്ര? സോ ആധാരബിന്ദു കേന്ദ്രമായിട്ടുള്ള വൃത്തമാണ്. ഓക്കെ, സോ ഇത് 4,3 കടന്നു പോകുന്ന ഇതാണ് ചിത്രം. അപ്പോൾ ഇതിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ √4² + 3² ദാറ്റ് ഈസ് ഈക്വൽ ടു 25. √25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അടുത്തത് ഈ വൃത്തം y അക്ഷത്തെ മുറിച്ച് കിടക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ y അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് പറഞ്ഞാൽ 0,5. ഇത് ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. 0,-5. ഓക്കെ, ഇത് രണ്ടുമാണ് ആൻസർ. അപ്പോൾ ചില ആൾക്കാർ 0,5 എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ കമൻറ്റുകൾ ചെയ്യണമെന്നില്ല. ചില ടീച്ചേഴ്സ് മാർക്ക് തരും, ചില ടീച്ചേഴ്സ് മാർക്ക് തരില്ല കേട്ടോ. y അക്ഷത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളാണ് പറഞ്ഞത്, അതുകൊണ്ട് 2 പോയിന്റ് എഴുതണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 16, 21-ാം പദം 124. 3-ാം പദം 16, 21-ാം പദം 124. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര? D. അപ്പോൾ 124 - 16 / 21 - 3. അപ്പോൾ 124 16 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 108 ആണ്. 108/18. 108 എത്ര? 18 ഉണ്ട്. അപ്പം 8-ന് 6 കൊണ്ട് ഗുണിച്ചാൽ അതിൽ 60, 8 6 48, 6. അപ്പോൾ D = 6 ആണ്. ഈ ശ്രേണിയുടെ ആദ്യ പദം എന്താണ്? ആദ്യ പദം കാണാൻ x3 - 2D ദാറ്റ് ഈസ് ഈക്വൽ ടു x3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ്. 16 - 12 2 × 6. സോ 16 - 12 പറഞ്ഞാൽ 4 കിട്ടും. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കുക. ഈ 280 ഈ ശ്രേണിയിലെ എത്രാം പദമാണ്? അപ്പോൾ എത്രാം പദമാണെന്ന് വെച്ചാൽ n കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 280 ആണ്. xn - x1/d + 1. 280 4 കുറച്ച് 274/6 + 1. 274 എത്ര 6 ഉണ്ടെന്ന് വെച്ചാൽ 274/6. 4 6 24, 3 34. 4 6 24. ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ? xn - x1/d അല്ലേ? 280 ഈ സൈഡിൽ എത്രാം പദമാണെന്ന് വെച്ചത് 280 ആദ്യ പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? 16 - 12 4 ആണ്. 276. ഓക്കെ, സോറി, 276 ആണ് കേട്ടോ. 276 ആണ്. സോ 36 6. സോ 6 6 36. യെസ്. സോ 36 + 1 37-ാമത്തെ പദമാണ് കേട്ടോ. എത്രാമത്തെ പദമാണ്? 37-ാമത്തെ പദം. നിങ്ങൾക്ക് വേണമെങ്കിൽ xn വെച്ചിട്ടും ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ അതും നമ്മൾ ചെയ്തു. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെ എഴുതിയ കടലാസ് കഷ്ണങ്ങൾ മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 20 വരെയാണ്. അപ്പോൾ 1 മുതൽ 10 വരെ ഉണ്ട്, 1 to 10 ഉണ്ട്, 1 to 20 ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്നലെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു 2 കടലാസ് കഷ്ണങ്ങൾ എത്ര വ്യത്യസ്ത രീതികൾ എടുക്കാം? അപ്പം 10 × 20. ഒന്നാമത്തെ ആൻസറായി 200. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? രണ്ടും ഒരേ സംഖ്യ ആവാനുള്ള സാധ്യത എത്രയാണ്? രണ്ടും ഒരേ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളെ ആവുള്ളൂ മാക്സിമം. കാരണം ഇതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പറേ ഉള്ളൂ. അപ്പോൾ 1 1 2 2 3 3. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധ്യത പ്രോബിലിറ്റി ആയതുകൊണ്ട് 10/200 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20. ഓക്കെ, 1/20 എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, രണ്ടും ഒരേ സംഖ്യ ആവാനുള്ള സാധ്യതയാണ്. ഒരെണ്ണം ഇരട്ട സംഖ്യയും ഒരെണ്ണം ഒറ്റ സംഖ്യയും. അത് 2 ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിലത്തെ ഈവൻ നമ്പർ എടുക്കുക 5 എണ്ണം. ഇതിലത്തെ ഓഡ് നമ്പർ 1 മുതൽ 20 വരെയുള്ള ഓഡ് നമ്പർ 10 പ്ലസ് ഇവിടുത്തെ ഈവൻ നമ്പർ 5. നേരെ തിരിച്ച്, അതായത് 50 + 50 100. 100/200 വരും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 വരും കേട്ടോ. ചില ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. യെസ്, പക്ഷേ പ്രശ്നമല്ല, പേടിക്കേണ്ട കേട്ടോ. സോ ഒരു എണ്ണൽ സംഖ്യയുടെയും അതിനേക്കാൾ 7 കൂടുതലുമായ സംഖ്യയുടെ ഗുണനഫലത്തോട് 10 കൂട്ടിയാൽ ഒരു എണ്ണൽ സംഖ്യ എക്സ്, അറിയാത്ത സാഹചര്യത്തിൽ എക്സ് എടുത്തു, അതിനേക്കാൾ 7 കൂടുതൽ x + 7 ഗുണനഫലത്തോട് x × x + 7 10 കൂട്ടിയപ്പോൾ 304. അപ്പോൾ നമുക്കിതിനെ x² + 7x
പ്ലസ് 10 അങ്ങോട്ട് അല്ലെങ്കിൽ 304 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, കാരണം ഇത് 7x ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി രണ്ടാം ഡിഗ്രി ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ പ്ലസ് 304 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം പ്ലസ് 10 മൈനസ് 304 ദാറ്റ് ഈസ് ഇക്വൽ ടു 0. സോ എന്ത് കിട്ടും? x² പ്ലസ് 7x മൈനസ് 294 ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ വെച്ച് ചെയ്യണം. സോ x² പ്ലസ് 7x മൈനസ് 294 ഈക്വൽ ടു 294 ഈക്വൽ ടു 0. മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സോ എന്ത് കിട്ടും? മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 പ്ലസ് 294 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രടാ? 16 6 1 ശിഷ്ടം 9 4 36 1 37 3 ശിഷ്ടം 4 2 8 8 3 11 1176 ബൈ 2. അപ്പോൾ എത്ര കിട്ടും? മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1176 1176 49 5 49 അല്ലേ? 9 15 5 5 ശിഷ്ടം 12 2 1 ശിഷ്ടം 1225 നമുക്കറിയാം. 1225 പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അറിയാലോ 35 ബൈ 2. സോ മൈനസ് 7 പ്ലസ് ഓർ മൈനസ് 35 ബൈ 2 ആണ്. സോ മൈനസ് 7 പ്ലസ് 35 നെയ്യ് കുറച്ചാൽ എത്ര? 28. 28ൻ്റെ പകുതി 14 ഓർ മൈനസ് 7 മൈനസ് 42 മൈനസ് 21. സോ ഈ കാണുന്നതാണ് എൻ്റെ ഉത്തരം കിട്ടുക. അങ്ങനെ 2 നമ്പറുകൾ നമുക്ക് എന്താക്കാം? പോസിബിൾ ആണ് കേട്ടോ. യെസ്, എണ്ണൽ സംഖ്യകൾ ആയതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള നമ്പർ എടുത്താൽ മതി 14. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ അടുത്തൊരു ചോദ്യം വളരെ ഈസി ആയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഇതാണ് ഏണി എന്ന് പറയുന്നത്. 30 ഓപ്പോസിറ്റ് 3 ആണ്. ഓക്കെ, ഏണിയുടെ നീളം കാണുക. അപ്പോൾ 90 ഓപ്പോസിറ്റ് എത്രയായിരിക്കും? അതിൻ്റെ ഇരട്ടി 6 ആയിരിക്കും. ഏണിയുടെ ചൂട് പുറകോട്ട് വലിച്ചാൽ തറയുമായുള്ള കോണ്. അപ്പോൾ ഈ നീളം മാറൂല, ഏണിയാണ് 6. അപ്പം 30 ഓപ്പോസിറ്റ് 90 ഓപ്പോസിറ്റ് 6 ആണ്, 30 ഓപ്പോസിറ്റ് 3 ആയിരിക്കും. തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടി, 2 സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം -1, 2, 5, 10 എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുക. അപ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് x2 മൈനസ് x1 5 മൈനസ് -1 അത് 6² പ്ലസ് 10 മൈനസ് 2 8². റൂട്ട് ഓഫ് ദാറ്റ് ഈസ് എത്ര കിട്ടും? റൂട്ട് 100 കിട്ടും. ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. അകലം എത്ര കിട്ടും? 10. അടുത്ത ചോദ്യം, ഈ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര 11,18 എന്ന ബിന്ദുവിടെ കടന്നു പോവുക. ഇത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ചെരിവ് വെച്ചിട്ട് കാണാം. -1, 2 5, 10 അല്ലേ? അപ്പം ഒന്നെങ്കിൽ ഇതിനെ ചെരിവ് വെച്ച് കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ വൃത്തത്തിൻ്റെ സമവാക്യം വെച്ച് കാണാം. അപ്പോൾ നമുക്ക് ചെരിവ് കാണാം. സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 2 പറഞ്ഞാൽ എത്രയാണ്? അല്ലേ വേണ്ട, ചെരിവ് വെച്ച് കാണാം. ഏറ്റവും നല്ല ചെരിവ് വെച്ച് കാണാം. ചെരിവ് എത്രയാണ്? y2 ചെരിവ് തന്നെയാണല്ലോ ഇപ്പോൾ കണ്ടുപിടിച്ചത്. യെസ്, എത്ര കിട്ടുക? 10 മൈനസ് 2 പറഞ്ഞാൽ 8 ബൈ 6 കിട്ടും. സംശയമൊന്നുമില്ല, ദാറ്റ് ഈസ് 4/3 ആണ്. ഓക്കെ, നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന വര 11,18 കടന്നു പോകും. സോ 11,18ൻ്റെ ചെരിവ് കാണുക. ഈ 2 ബിന്ദുക്കൾ നമ്മളെ ചെരിവ് കാണുക. സോ എന്ത് കിട്ടുന്നു? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇപ്പോൾ എത്ര 18 10 കുറച്ചാൽ 8 ആണ്, 11 5 കുറച്ചാൽ 6 ആണ്. സോ 8/6 ദാറ്റ് ഈസ് 4/3. അതുകൊണ്ട് ഈ കാണുന്ന ബിന്ദുക്കൾ ഒരേ വരയിലാണ്. ഓക്കെ, ചെരിവ് തുല്യമായതുകൊണ്ട് ഒരേ വരയിലാണ് എന്ന് ആൻസർ ചെയ്യാം. ഇനി അല്ലെങ്കിൽ വരയുടെ സമവാക്യം കണ്ടുപിടിച്ചിട്ടും ആൻസർ ചെയ്യാം കേട്ടോ. സിമ്പിളാണ് ക്വസ്റ്റ്യന്, ഒരു സംശയവും വേണ്ട. 16ാമത്തെ ചോദ്യം ഡിക്റ്റോ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. 3 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക, എന്നിട്ട് 7.5 സെൻറ്റിമീറ്റർ അകലത്ത് വരയ്ക്കുക, തൊടുവര വരയ്ക്കുക. ഒരുപാട് പറഞ്ഞതാണ്. പിന്നെ അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു ത്രികോണത്തിൻ്റെ അന്തർവൃത്ത, ഇതൊരു ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു ത്രികോണത്തിൻ്റെ അന്തർവൃത്ത വശങ്ങളെ PQR എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 24 ആണ്, പെരിമീറ്റർ 24 ആണ്. AB എന്ന വശത്തിൻ്റെ നീളം A ആണ്. ഈ കാണുന്ന നീളത്തിൻ്റെ എത്രയാണ്? A ആണ്. നമ്മൾ ചോദിച്ചത് AP പ്ലസ് BQ പ്ലസ് CR. ഇത് എന്താണെന്ന് തെളിയിക്കണം? 12 ആണെന്ന് തെളിയിക്കണം. 12 24 പകുതിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നീളം X, ഇതും X, ഇത് Y, ഇത് Y, ഇത് Z, ഇത് Z. നമുക്കറിയാം ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? ചുറ്റളവ് എത്ര? 2x പ്ലസ് 2y പ്ലസ് 2z ആണ് അല്ലേ? അത് എത്ര തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എത്ര തന്നിട്ടുണ്ട്? 24. എക്സും എക്സും വൈയും വൈയും സെഡും സെഡും അത് കൂട്ടിയാലാണല്ലോ പെരിമീറ്റർ കിട്ടുക. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് കിട്ടും? എക്സിനെ പുറത്തെടുത്താൽ, 2നെ പുറത്തെടുത്താൽ ഈക്വൽ ടു 24 ആണ്. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 24 പകുതി 12 ആണ് അല്ലേ? 24 പകുതി എത്രയാണ്? 12 ആണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? എ പിയും ബി ക്യൂവും സി ആറും നോക്കി നോക്കൂ. എ പി എന്ന് പറഞ്ഞാൽ എക്സ്, ബി ക്യൂ എന്ന് പറഞ്ഞാൽ വൈ, സി ആർ എന്ന് പറഞ്ഞാൽ സെഡ്. അപ്പം എ പി പ്ലസ് ബി ക്യൂ പ്ലസ് സി ആർ ഈക്വൽ ടു 12 പ്രൂവായി.
ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ചില ആൾക്കാർക്ക് തെറ്റിക്കിയിട്ടുണ്ടാവും, പക്ഷേ പബ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്താക്കാം, അത് ക്ലിയർ ചെയ്യാം. QCയുടെ നീളം കാണുക. QCയുടെ നീളം എങ്ങനെ കാണാം മക്കളെ? ഞാൻ നിങ്ങൾ പറഞ്ഞൊരു ട്രിക്ക് ഉണ്ട്. QCയുടെ നീളം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിക്കൊണ്ട് ചുറ്റളവ് എത്രയാണ്, പെരിമീറ്റർ x + y + z = 12 ആണ് അല്ലേ. സോ ആ ചുറ്റളവിൽ നിന്ന് x + y + z നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം, യെസ്, ഈ കാണുന്ന വശം അങ്ങ് കുറയ്ക്കാം. 7 - 7. അപ്പോൾ എന്ത് കിട്ടുന്നു, അത് x + y + z നിന്ന് 7 കുറച്ചാൽ എന്ത് കിട്ടും, x + y + z പറഞ്ഞാൽ 12 ആണ്. 12 - 7 = 5 ആണ്. x + y + z എന്ന് പറയുന്നതിൽ നിന്ന് 7 എന്ന് പറഞ്ഞാൽ x + y ആണ്, അതാണ് കുറയ്ക്കുന്നത്. അത് x + y + z നിന്ന് എന്ത് കുറയ്ക്കുന്നു, x + y കുറയ്ക്കുന്നു. അപ്പം +x - x വെട്ടിപ്പോയി, +y - y വെട്ടിപ്പോയി, അപ്പോൾ z കിട്ടുന്നു. അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. z = 5 ആണ്. ഈസി ആയിട്ട് ആൻസർ കിട്ടി. ഓക്കെ, അത് നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾ ട്രിക്കായിട്ടോ അല്ലാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചെയ്ത ആളുകൾക്ക് ഐഡിയ ഉണ്ടാവും. ഇത് എത്ര പേര് ചെയ്തു എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ z 5 ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, യെസ്, ഈ കാണുന്ന നീളം എത്രയാണ്, 5 ആണ്. അടുത്ത എന്താ, QC അത്രേ ചോദിച്ചുള്ളൂ. QCയുടെ നീളം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പെരിമീറ്റർ കാണുക, അതിൻ്റെ പകുതി എടുക്കുക 12. ഓക്കെ, അതിൽ നിന്നും ഏത് സൈഡാണോ കണ്ടിരിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങ് കുറച്ചാൽ മതി. 12 നെയ്യ് കുറച്ചാൽ 5, അതാണ് കിട്ടുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക. 20 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ നിന്ന് ഒരു വൃത്താംശം വെട്ടിയെടുത്ത് 12 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തസൂപി ഉണ്ടാക്കുന്നു. 20 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്താംശം, ഓക്കെ, അതിൽ നിന്നും 20 സെൻറ്റിമീറ്റർ ആണ് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ സ്ലാൻഡ് ആയിട്ട് അഥവാ ചെരിവരം സെയിം ആയിരിക്കും 20. ചെറിയൊരു ചോദിച്ചിട്ടില്ലേ, വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ. മക്കളെ കേന്ദ്രകോൺ തന്നാൽ നിങ്ങൾക്കറിയാം R/L = x/360 ആണ്. ഓക്കെ, അപ്പോൾ R എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടോ നോക്കാം. 20 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൽ നിന്ന് വൃത്താംശം വിട്ടെടുത്ത് 12 സെൻറ്റിമീറ്റർ ആരമുള്ള, യെസ്, 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ 12/20 = x/360 ആണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റേഷ്യോ വെച്ചിട്ട് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക. 12/20 എന്ന് പറഞ്ഞാൽ 6 കൊണ്ടല്ല 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 3/5 = x/360. സോ x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x = 3/5 × 360 അല്ലേ, അതായത് /360 അങ്ങോട്ട് ഉണ്ടാവുക. അപ്പോൾ 360 എത്ര 5 ഉണ്ട്, 50. 0 വെട്ടാം, ഇത് 0 വേണ്ടല്ലോ അല്ലേ. യെസ്, 360 എത്ര 5 ഉണ്ട് നോക്കാം. 36 × 5 35, 72 ഉണ്ടാവും. സോ 72 × 3, സോ 216 വരും. നമ്മൾ ഇന്ന് രാവിലെ ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 216 ഡിഗ്രി. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്, വൃത്തസൂപിയുടെ വക്രതല പരപ്പളവ്, ദാറ്റ് ഈസ് πRL ആണ്. πRL. സോ π × R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് എത്രയാണ്, 12 ആണ്. × L എന്ന് പറഞ്ഞാൽ സെയിം, ദാറ്റ് ഈസ് = 20. സോ ഇതെത്ര നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ. 20 × 12 പറഞ്ഞാൽ 200, 200, 240 അല്ലേ, 240 π വരും. ഓക്കെ, അത്രയും സിമ്പിളായിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ അത്ര സമയം എടുത്തിട്ടില്ല. ഏകദേശം 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അത് വിത്ത് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്കും ഏകദേശം സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് മാത്രം. 2,3, 5, എന്നീ ബിന്ദുക്കളുടെ വര വരച്ചിരിക്കുന്നു, ചെരിവെത്ര. ഇതും നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം ഉണ്ടാവും, 2,3, 5,9. മക്കളെ y2 - y1 അല്ലേ, ചെരിവ് എന്ന് പറഞ്ഞാൽ എത്ര, y2 - y1/x2 - x1 ആണ്. 6/3 = 2. അടുത്ത ചോദ്യം എന്താണ്, ഈ കാണുന്ന വരയുടെ ചെരിവ് കാണുക, വരയുടെ സമവാക്യം എഴുതുക. സമവാക്യം എന്താണ്, സമവാക്യം എന്ന് പറഞ്ഞാൽ y - y1/x - x1 = ചെരിവ്. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ 1 × y - 3 = 2 × x - 2. സോ y - 3 = 2x - 4 ആണ്. സോ എക്സിൻ്റെ ഭാഗത്തേക്ക് വൈനെ കൊണ്ടുപോകാം. 2x + y കൊണ്ടുപോയാൽ -y -4 + 3 = 0. സോ 2x - y - 1 = 0. അടുത്തൊരു ചോദ്യമുണ്ട്, ഈ കാണുന്ന വരയിലെ ബിന്ദു പോയിൻ്റാണോ 1,5 എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്താക്കാം, അത് ചെരിവ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി അല്ലെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. 2x - y ഒക്കെ അല്ലേ, 1,5 ആണ് ചോദിച്ചത്. സോ എന്ത് ചെയ്യാം, 2 × 1 -5 - 1 = എത്ര കിട്ടുന്നത്, 2 - 5 - 1 ≠ 0. സോ എന്തല്ല, വരയിലെ ബിന്ദു അല്ല കേട്ടോ. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ്, ചെരിവ് വെച്ചിട്ടും ചെയ്യാം. 1,5 ഈ കാണുന്ന വര തമ്മിൽ ചെരിവ് നോക്കാം. y2 - y1 5 - 9 x2 - x1 1 - 5 5 9 കുറച്ച് എത്ര, -4 1 - 5 -4. സോ ചെരിവ് 1 കിട്ടുന്നത്. അപ്പോൾ എന്തല്ല, ബിന്ദു അല്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ.
അടുത്തത് പി ഓഫ് എക്സ് ഇക്വൽ ടു 2x² - 7x + 9 ആണ്. അതിന് പി ഓഫ് ടുവിൻ്റെ വില എന്ത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² - 7x + 9. പി ഓഫ് ടു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2² - 7 × 2 + 9. അതായത് 2 × 2² എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - 14 + 9. 9 കിട്ടും 17, 17 14 കുറച്ചാൽ 3 ആണ്. ഓക്കെ, പി ഓഫ് ടു കിട്ടി. അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ടു എത്ര? മക്കളെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x² - 7x + 9. അതിൽ 3 കുറയ്ക്കാം. അപ്പോൾ 2x² - 7x + 9 - 3. പല ആൾക്കാരും a + b = 7ഉം ab = 6ഉം വെച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ തെറ്റാണ്. അത് 1ഉം 6ഉം വെച്ച് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും. മക്കളെ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ വർഗ്ഗത്തികവ് പോസിബിൾ അല്ല, സ്ക്വയർ കംപ്ലീഷൻ പോസിബിൾ അല്ല. കാരണം എൻ്റെ സ്ഥാനത്ത് 2 ആണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ടും അത് ചെയ്ത ആളുകൾ കുറച്ചൊരു ടെൻഷൻ വന്നിട്ടുണ്ടാവും, കുറച്ചൊരു തെറ്റ് വന്നിട്ട് വിചാരിക്കേണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, അത് നിങ്ങൾ -b ± വെച്ച് ചെയ്യണം കേട്ടോ. -b ± സോ -b ± √b² - 4ac 4 × 2 × 6/2a. സോ എന്ത് കിട്ടും? 7 ± √49 - 48 4 × 2 8 48/2. സോ 7 ± 1/2. അപ്പോൾ എന്ത് കിട്ടും? 7 + 1/2 ഓർ 7 - 1/2. അതായത് 8/2 4, 7 - 1 6/2 3. സോ 4,3 ആണ് ഇതിൻ്റെ പരിഹാരം അഥവാ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പരിഹാരങ്ങളാണ് കാണാൻ വന്നത് 4,2 കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ ഘടകങ്ങൾ എഴുതാൻ പറഞ്ഞാൽ x - 4 × x - 3 ആണ്. ഓക്കെ, x - 4 × x - 3 ഘടകങ്ങൾ നോക്കട്ടെ. 2x². ഓ -b ± √b². ഓ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്. -b ± √b² - 4ac. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. യെസ് -b ± √b². b² എന്നാൽ 7² 49 - 4 × a × c 4 × a 8 8 × 6 48 4ac/2a ആണ്. 4 വരും. സോ 7 ± √1/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ± 7 + 1/4 ഓർ 7 - 1/4 കേട്ടോ. അത് 8/4 ദാറ്റ് ഈസ് 2 ഓർ 7 - 1 6 6/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. അപ്പം 2 or 3/2 ആണ് ഇതിൻ്റെ പരിഹാരം കേട്ടോ. 2 or 3/2 ഘടകങ്ങൾ എഴുതാൻ പറഞ്ഞാൽ x - 2 × x - 3/2 അല്ലെങ്കിൽ x - 2 × 2x - 3/2. ഇത്ര എഴുതിയാലും ഫുൾ മാർക്ക്. ഇത് എഴുതാൻ നിർബന്ധമല്ല, ജസ്റ്റ് ഒന്ന് അഡീഷണൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ 10 സെൻറ്റിമീറ്റർ, ഇത് നമ്മൾ കൃത്യമായിട്ട് ഇന്ന് രാവിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു A+ ക്വസ്റ്റ്യൻ്റെ. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ലോഹം കൊണ്ടുള്ള ഒരു അർദ്ധഗോളം ഒരുക്കി, ഒരു അർദ്ധഗോളമാണ് ഒരുക്കുന്നത്. അപ്പോൾ എന്താണോ ഉരുക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇത് ഉരുക്കിയിട്ട് കുറേ എണ്ണം ഉണ്ടാക്കുന്നു. സോ എന്താണോ ഉരുക്കുന്നത്, കുറേ എണ്ണമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡിവൈഡ് ചെയ്യുന്നു. കുറേ എണ്ണമാണെങ്കിൽ ഓക്കെ. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ലോഹം കൊണ്ടുണ്ടാക്കുന്ന അർദ്ധഗോളം, അതായത് ഹെമിസ്ഫിയർ ആണ്. അത് ഉരുക്കിയിട്ട് 1 സെൻറ്റിമീറ്റർ ആരമുള്ള കട്ടിയായ ചെറിയ ഗോളം കൊണ്ടാക്കുന്നു. എത്ര ഉണ്ടാക്കാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3πr³ r എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 10 × 10 × 10 ഡിവൈഡ് ബൈ ഗോളങ്ങളാണ് 4/3 × π × r³ 1 × 1 × 1. സോ എന്തൊക്കെ വെട്ടാം? 3ഉം 3ഉം വെട്ടാം. ഇപ്പോൾ പയ്യും വെട്ടാം. വേണമെങ്കിൽ 4നെയും 2നെയും വെട്ടാം. 4 എത്ര? 2 ഉണ്ട്, 2. ഒരു 10നെയും 2നെയും വെട്ടാം. 5. 10 × 10 100, 100 × 5 500 എണ്ണം ഉണ്ടാക്കാം. 500 എണ്ണം. വളരെ ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 സ്റ്റെപ്പ് 5 മാർക്ക്, വെറും 2 സ്റ്റെപ്പ് 5 മാർക്ക്. എന്ത് സിമ്പിളല്ലേ? സോ മക്കളെ, അത് അറിയുന്ന ആൾക്കാർക്ക് 5 മാർക്കുള്ളൂ കേട്ടോ. 5 അല്ലെങ്കിൽ 4 മാർക്കാന്ന് തോന്നുന്നല്ലേ. ഓക്കെ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. 22ാമത്തത്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5, പൊതുവ്യത്യാസം 4. ആദ്യ പദം 5, f5, കോമൺ ഡിഫറൻസ് 4. സോ ബീജഗണിത രീതി പറഞ്ഞാൽ 4n + 1 ആണ്. ചെയ്ത് നോക്കുക, 4n + 1 കിട്ടും. ഈ ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക. മക്കളെ, അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ d/2 n² ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? n പദങ്ങളുടെ തുക കാണാൻ n/2 × x1 + ആദ്യ പദം എത്രയാണ്? 5 ആണ്. x1 + xn. xn നമ്മൾ കണ്ടുപിടിച്ചു, 4n + 1 ആണ്. സോ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് n/2 × 5 1 6 4n + 6 കിട്ടും. ഗുണിക്കാം 4n²/2 + 6n/2. 4ഉം 2ഉം കട്ട് ചെയ്യാം. 2n² + 3n. ഇതാണ് ബീജഗണിത രീതി, തുകയുടെ ബീജഗണിത രീതി കേട്ടോ. സോ അതിൽ നിന്ന് നമുക്ക് അടുത്ത ചോദ്യം. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ്. സോ S20 കണ്ടാൽ മതി. S20 2 × 20² + 3 × 20. അത് 20² 400, 400 × 2 800, 800 + 60 860. സിമ്പിൾ.
ഈസി പി സി, അറിയുന്ന ആൾക്ക് സിമ്പിൾ, അല്ലാത്ത ആൾക്കാർ കഷ്ടപ്പാട്. ഒരു വൃത്തം, ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് രാവിലെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ തിരിച്ചു ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കടന്നു പോകുന്ന വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ നീളം എത്ര? അപ്പം -3,0യും 0,4 നമ്മളെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ √0 - 3² + 4 - 6², ദാറ്റ് ഈസ് = √25, ദാറ്റ് ഈസ് = 5 കിട്ടും. ആരം വ്യാസം എത്രയാണ്? 5 ആണ്. വൃത്തകേന്ദ്രത്തിൻ്റെ സൂചകസംഖ്യകൾ, അതിന് മിഡ് പോയിൻറ്റ് -3/2 -1.5, 4/2 2, ഇത് രണ്ടുമാണ് അതിൻ്റെ മിഡ് പോയിൻറ്റ്. വൃത്തത്തിൻ്റെ സമവാക്യം, സോ വൃത്തത്തിൻ്റെ സമവാക്യം ആണ് ഇത് -1.5 ആണ്, ദാറ്റ് ഈസ് -3/2 എന്ന് എഴുതാണെങ്കിൽ. സോ x - -3/2, സോ x + 3/2 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r² ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ എത്രയാണ്? 5 ആണ് അല്ലേ? 3² + 4², യെസ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 5 ആണ്. സോ അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. വേണമെങ്കിൽ 5/2 ഹോൾ സ്ക്വയർ എഴുതാം. സോ x + 3/2 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25/4. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഒരു /2 വന്നേ വേറെ പ്രശ്നങ്ങളൊന്നും അതിനില്ല. ചെയ്ത ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. രണ്ട് വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും അവ ചേർന്ന കോണം 70 ഡിഗ്രി ആകുന്ന രീതിയിൽ ത്രികോണം വരയ്ക്കുക. ത്രികോണം വരച്ചിട്ട്, അതായത് 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും 70 ഡിഗ്രി. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? ത്രികോണം വരച്ചതിന് ശേഷം അന്തർവൃത്തം വരയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താക്കിയാൽ മതി? ഒരു വൃത്തം വരച്ചാൽ മതി. ഓക്കെ, എങ്ങനെ വരയ്ക്കാന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടാൽ ഈസി ആയിട്ട് ഉണ്ടാവും. എല്ലാം കോൺ സമഭാജിയാണ്. കോൺ സമഭാജി ഇൻ്റെ. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും, അത് വെച്ച് സർക്കിൾ വരയ്ക്കാം. 5 മാർക്ക്. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത് മക്കളെ 5 മാർക്കിൻ്റെ ചോദ്യം. ഇത് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? 22, 23, 24, 25 എവിടെ? ഓക്കെ, 25 ഞാൻ എല്ലായിടവും മിസ്സാക്കി പോയിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് നോക്കാം. ഓക്കെ, 25, 26 കാണുന്നില്ല. നമുക്ക് 27 നോക്കാം. 25, 26 വരാം. 1.5 മീറ്റർ ഉയരമുള്ളൊരു കുട്ടി 8.5 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി 8.5 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, ഇത് 8.5 ആണ്. ഇതാണ് കുട്ടി. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗോപുരത്തിൻ്റെ മുകളറ്റ 40 ഡിഗ്രി മേൽക്കോണം. ഇതാണ് ഗോപുരം. അതിൻ്റെ മുകൾ ഭാഗം 40 ഡിഗ്രി മേൽക്കോണം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. മേൽക്കോണിലും ഗോപുരത്തിൻ്റെ ചുവട് അടിഭാഗം 50 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. 50 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. ഇത് 50 ഡിഗ്രിയാണ്. സോ അത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതും 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇത്രയും കാലം അടുത്തൊന്നും ചോദിക്കാത്ത ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ടോപ്പിക്ക് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ വിവരങ്ങൾ വെച്ച് ചിത്രം വരയ്ക്കുക. ഗോപുരത്തിൻ്റെ നിന്ന് കെട്ടിടം എത്ര അകലെയാണ്? ഗോപുരത്തിൽ നിന്ന് കെട്ടിടം എത്ര അകലെയാണ്? സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇത് 1.5 ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ നോക്കാം. 8.5, ഇത് 8.5 തന്നിട്ടുണ്ട്. സോ ഈ കാണുന്ന മുഴുവൻ നീളം എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 10 ആണ്. അപ്പോൾ നമുക്ക് tan 50 ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്നത് കണ്ടുപിടിക്കാം. tan 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആണ് ഈ മുഴുവൻ നീളം. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.5 1.5 10. ഈ കാണുന്ന നീളം അറിയില്ല, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, എക്സ് എന്ന് വിളിച്ചു. പിന്നെ ഈ കാണുന്ന നീളം അറിയില്ല, ഇതിനെ y എന്ന് വിളിച്ചു. 1.5 8.5 അറിയാമെന്നൊക്കെ എഴുതി വെക്കാം. സോ ബൈ എക്സ് എന്ന് വിളിക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു 10/tan 50. tan 50 ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടുണ്ടാകും കൃത്യമായിട്ട്. tan 50 എത്രയാണ്? 1.2 ആണ്. സോ 10/1.2 ഇൻറ്റു 10. സോ 100/12. 100/12 നമുക്ക് വേണമെങ്കിൽ 100 എത്ര 12 നോക്കാം. 100 എത്ര? 6 7 8 80 96, 8 എണ്ണം. സോ 96 4 40 3 36 8.33, അതായത് 8.3 എന്ന് കിട്ടും. 8.3 നല്ലൊരു കിടിലൻ ക്വസ്റ്റ്യനാണ്. അടുത്തത് ഗോപുരത്തിൻ്റെ ഉയരം എത്രയാണ്? ഇത് പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നീളമാണ്. സോ ഈ കാണുന്ന നീളം കാണാൻ ഇത് 8.3 ആണെന്നറിയാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഈ ആൻസർ കാണാം. tan 40 യൂസ് ചെയ്താൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് കിട്ടും. സോ tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് y ബൈ 8.3. സോ y ഈക്വൽ ടു tan 40 ഇൻറ്റു 8.3. സോ tan 40 എന്ന് പറഞ്ഞാൽ എത്രടാ? tan 40 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. മക്കളെ ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം കേട്ടോ, കാരണം അത്രയും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. tan 40 0.84 ആണ്. സോ ആൻസർ ഈസ് 0.84 ഇൻറ്റു 8.3. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 0.84 അല്ലെങ്കിൽ 84/100
0.84 100 കൊണ്ട് വിളിച്ചാൽ 84. 84/100 ഇൻറ്റു 8.3 83/10 എന്ന് എഴുതാം. സോ 84 × 83 കുറച്ച് കഷ്ടപ്പാടാട്ടോ 1000. ഇത് ചെയ്താൽ എത്ര കിട്ടുന്നത് നോക്കുക. ആ നീളം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വൈ ആയിട്ട് 84 × 83 നോക്കല്ലേ. 84 × 83 കാൽക്കുലേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. 1000 6.97 6.97. സോ ഈ കാണുന്ന നീളം 6.97 ആണ്. സോ ഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 6.97 + 1.5 + 8.5 അത് 10 + 6.97. സോ 16.97 വരും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്ലാസ് തരാം കേട്ടോ. മക്കളെ അടുത്തൊരു ചോദ്യം ഒരു A+ നിർണ്ണയിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. പല ആളുകൾക്കും ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ചെയ്തിട്ട് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ചിത്രത്തിൽ ഈ കാണുന്നത് മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ഇതൊരു ടാൻജൻറ്റ്. ഈ കാണുന്നത് രണ്ട് തൊടുവരകളായതുകൊണ്ട് ഈ നീളവും ഈ നീളവും ഈക്വൽ ആണ് അല്ലേ. CD = AD അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ അതിന് മാർക്കുണ്ട്. അതേപോലെ CD = എന്താണ്, സെയിം മെത്തേഡ്. CD = BD ആണ് അല്ലേ. CD = എന്താണ്, AD ആണ്. CD = BD ആണ്. ദാറ്റ് മീൻസ് AD = BD. ദാറ്റ് മീൻസ് എന്താണ്, AD = BD. ആൻസറായി. AD യും BD ഈക്വൽ ആണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആണ്. കഴിഞ്ഞു. ഇതൊരു സുഖം അല്ലേ. എൻ്റെ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ചിരി വരുന്നില്ലേ. ഇത്രയും സിമ്പിളാണ്. അടുത്തൊരു ചോദ്യം എന്താണ്, ആംഗിൾ ACBയുടെ അളവ് എത്ര? ഈ കാണുന്ന അളവ് എത്ര? അത് നമുക്കൊരു പണിയില്ല മക്കളെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് തൊടുവര ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയില്ല, നമ്മൾ X കിട്ടും. ഇത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല, അതിന് Y കിട്ടും. ഈ കാണുന്ന ആംഗിൾ X ആയിരിക്കും, കാരണം ഇതെന്താണ്, ഇത് രണ്ടും സെയിം ആണ്, ഐസോസ്ലെസ് ആണ്. ഓക്കെ, പിന്നെ ഈ കാണുന്നത് Y ആണെങ്കിൽ ഈ കാണുന്നത് Y ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊരു ത്രികോണമാണ്. ഈ കാണുന്നത് ഒരു ത്രികോണമാണ്. ഈ കാണുന്ന ത്രികോണത്തിൽ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ 2x + 2y ആണ് മൊത്തം കോണുകൾ എന്ന് പറയുന്നത്. എക്സും വൈയും ഇത് കൂട്ടിയാൽ എന്ത് കിട്ടും, 180 കിട്ടും. 180. അപ്പോൾ 2 പുറത്തെടുത്താൽ 2 × x + y = 180 ആണ്. സോ x + y = 180/2 ദാറ്റ് ഈസ് 90. ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം കാണുക അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഇത്രയും സിമ്പിൾ ആയിക്കൊണ്ട് 5 മാർക്ക് നേടാൻ പറ്റുന്ന ഒരു കിടിലം ക്വസ്റ്റ്യൻ. മക്കളെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ. സോ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴേക്കൊന്നെങ്കിൽ സംഖ്യാക്രമം നല്ലതായിട്ട് നോക്കുക. ഇതുപോലത്തെ ഏത് ചോദ്യം അല്ല നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക കേട്ടോ. ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇവിടെ 3 2 5, ഇവിടെ 7, ഇവിടെ 9 എണ്ണം. അപ്പോൾ അടുത്ത 5-ാം വരി എഴുതാൻ പറഞ്ഞാൽ അടുത്തതിൽ 9 കഴിഞ്ഞാൽ അടുത്ത 11 എണ്ണം ഉണ്ടാവും. ഒരു മാർക്കായി. അടുത്ത ചോദ്യം അല്ലെങ്കിൽ 2 മാർക്കായി. മൊത്തം 4 മാർക്കിനാണ്. സോ 5 മാർക്കിനാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്, ഈ കാണുന്നത് കൂട്ടിയാൽ എത്ര കിട്ടും, വരിയുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ നടുവത്തെ നമ്പറിൻ്റെ സ്ക്വയറാണ് ആൻസർ വരുന്നത്. 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ. നടുവത്തെ നമ്പറിൻ്റെ സ്ക്വയറുകളാണ് എന്താക്കുന്നത്, സമ്മ് വരുന്നത്. സോ ഈ കാണുന്നതിൽ ഏറ്റവും നടുവിൽ വരുന്നത് 15 ആണ്. സോ 15ന്റെ സ്ക്വയറാണ് ആൻസർ വരിക. 15ന്റെ സ്ക്വയർ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപിളി 15ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 225 ആണ്. സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കിയ മക്കളെ, ഈ കാണുന്നതിൽ 400 എന്ന് പറയുന്നത് കിട്ടുന്ന വരിയിൽ നടുക്ക് വരുന്ന നമ്പർ. അപ്പോൾ √400 എത്ര നോക്കിയാൽ മതി. √400 പറഞ്ഞാൽ 20 ആണ്. ഇപ്പോൾ 225 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് എടുത്താൽ 15 കിട്ടും. ഓക്കെ, അപ്പോൾ നടുക്ക് 15. അപ്പോൾ 400 ആണെങ്കിൽ √400 20 ആണ്. പിന്നെ അടുത്ത് നോക്കുക, ഇങ്ങനെ പോകുന്നതിൽ എന്നിൻ്റെ വില എത്ര, 2500 തന്നിട്ടുണ്ട്. അപ്പോൾ 2500 റൂട്ട് എത്രയാണ്, √2500 പറഞ്ഞാൽ നമുക്കറിയാം 50 ആണ്. 5ൻ്റെത് 25ൻ്റെത് 5, അപ്പോൾ 2 0 5 50 ആണ്. സോ ഈ 50 എന്ന് പറഞ്ഞത് ഇതിൽ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ 15ൻ്റെ 2 അറ്റത്തും 14 വരുന്നുണ്ട്. നടുവത്തെ ടേമിൻ്റെ 2 അറ്റത്തും ഒരേ നമ്പറാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന 2 അറ്റത്തും ഒരേ നമ്പർ വരുന്നത് 3n - 2 ആണ്. അപ്പോൾ 3n - 1 ആണ് എന്തായിട്ട് വരുന്നത്, നടുവിലായിട്ട് വരുന്നത്. സോ 3n - 1 = 50 ആണ്. സോ 3n = 51 ആണ്. സോ n = 15/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ആണ് കേട്ടോ. അങ്ങനെ 5 മാർക്ക് കിട്ടുന്ന ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ 2 ക്വസ്റ്റ്യൻ കൂടി അതിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ, നിർബന്ധമായിട്ട് ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യണം. ഒരു കളിപ്പാട്ടം വൃത്തസുവിയുടെ അർദ്ധഗോളം കൂട്ടിച്ചേർത്തുന്ന ആകൃതിയിലാണ്. പൊതുവെ ആരം 3 സെൻറ്റിമീറ്റർ ആണ്. ആകെ 15 സെൻറ്റിമീറ്റർ ഉണ്ട്. വൃത്തസുവിയുടെ ഉയരം എത്ര? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്നത് മൊത്തം 3 ആണ്. സോ ഇതും 3 ആയിരിക്കും. സോ ഈ കാണുന്നത് 14 ആണ്. ഓക്കെ, അത് കളിപ്പാട്ടത്തിൻ്റെ വ്യാപ്തം 1/3 a²h ആണ്. സോറി, കളിപ്പാട്ടത്തിൻ്റെ വ്യാപ്തം കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പണിയില്ല മക്കളെ. 2 ഷേപ്പ് ഉണ്ട്, വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. ഇത്രേ ഉള്ളൂ. അതങ്ങ് എഴുതി വെച്ച ആൻസറായി. ദാറ്റ് ഈസ് 2/3 × πr³. വ്യാപ്തമാണെങ്കിൽ ഈസിയാണ്. പ്ലസ് 1/3 × πr²h. അപ്പോൾ ഇതിൽ 6 കണ്ടുപിടിക്കണം. 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 2/3 × π × r³ എന്ന് പറഞ്ഞാൽ 3 × 3 × 3 പ്ലസ് 1/3 × π × r²h ആണ്. r² പറഞ്ഞാൽ 3 × 3 × 3 ×
3 ഇൻറ്റു ഹൈറ്റ് നമുക്ക് കണ്ടുപിടിച്ചു. ഹൈറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് സിംപ്ലി 14 ആൻസറായി. സോ ഏതൊക്കെ വെട്ടാം? 3ഉം 3ഉം വെട്ടാം. സോ 3 × 3 9, 9 × 2 18 പൈ പ്ലസ് 3ഉം 3ഉം വെട്ടാം. 14 × 3 30, 3 4 12 42 പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൂടിയും കൂട്ടിയാൽ 40 10 50, 50 8 2 10 60 പൈ cm³ കേട്ടോ. ഇതാണ് ഇതിൻ്റെ വ്യാപ്തം. 5 മാർക്ക്. എന്തൊരു സിമ്പിളാണ് നോക്കിയാൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഒരു കമ്പനിയിലെ തൊഴിലാളികളുടെ ദിവസം തിരിച്ചാൽ പട്ടികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. CF അല്ലേ. അപ്പോൾ 5 12 18 ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 28 33 43 45 N ഓഡ് നമ്പറാണ്. സോ എത്രാമത്തെ ആളുടെ ആയിരിക്കും? 23ാമത്തെ ആളുടെ ആയിരിക്കും മധ്യമായിട്ട് വരിക, മീഡിയനായിട്ട്. ഓക്കെ, 45 ഒന്ന് വിട്ടാൽ 46, അതിൻ്റെ പകുതി 23. പക്ഷേ ചോദിച്ചത് 19ാമത്തെ ആളുടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോദിക്കുന്നുള്ളൂ. കാരണം 23ാമത്തെ ആൾ വരുന്നതാക്കണം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്, 18ൻ്റെ 28ൻ്റെ. അപ്പം നമുക്കറിയാം 18ൻ്റെ 1100 ബിലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാസ്. അപ്പം 18ാമത്തെ ആളുടെ നമുക്കറിയാം 1100. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാവുന്നത് 19ാമത്തെ ആളുടെ. അപ്പോൾ 10ാമത്തെ ആൾ കാണാൻ 18ാമത്തതിനോട് നിങ്ങൾ D/2 ചെയ്യണം. സോ D എത്രയാണ്? D എന്ന് പറഞ്ഞാൽ 1200 മൈനസ് 1100 ഡിവൈഡഡ് ബൈ 28 മൈനസ് 18, ദാറ്റ് ഈസ് ഇക്വൽ ടു 100/10, ദാറ്റ് ഈസ് ഇക്വൽ ടു 10 കിട്ടും. സോ എക്സ് 19 എന്ന് പറഞ്ഞാൽ 1100 പ്ലസ് D/2, 10ൻ്റെ പകുതി 5 സോ 1105 എത്രയാണ്? 1105 സംശയമൊന്നുമില്ലല്ലോ. സോ അടുത്തൊരു ചോദ്യം, മധ്യമ ദിവസക്കൂലി. നമുക്കറിയാം 23ാമത്തെ ആളുടെ കാണേണ്ടത്. സോ 23ാമത്തെ ആളുടെ കാണണമെങ്കിൽ 19ാമത്തിനോട് 4D കൂട്ടിയാൽ മതി. സോ 19ാമത്തെ എത്രയാണെന്നറിയാം? 19 പ്ലസ് 4D ആണ്. 19ാമത്തെ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് നമ്മൾ കണ്ടുപിടിച്ചു 1105 അതിനോട് 4D 4 × 10. സോ 1145 ഫുൾ മാർക്ക്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ്? ഫുൾ മാർക്കാണ്. സോ ഈ മാർക്ക് അല്ലെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക? ക്ഷമിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യണമെന്നില്ല. അതിന് കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏകദേശം 3/4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ കഴിഞ്ഞു? ഈ ചാപ്റ്റർ മുഴുവൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു. മക്കളെ, ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുക. എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. സൈലത്തിൻ്റെ ക്ലാസ്സുകൾ ഇനി പവർഫുൾ ആയിരിക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ മാത്സ് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇപ്പോൾ കുറച്ച് നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലടാ, അതിന് മേലെ പറ്റില്ലല്ലേ, A+ അല്ല, ഫുൾ മാർക്ക് വരെ നേടാൻ പറ്റും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ശനിയാഴ്ചത്തെ നമ്മളെ ലോഞ്ച് മറക്കണ്ട കേട്ടോ. ബൈ.